ഹായ് ഫ്രണ്ട്സ്, റിവിറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. റിവിറ്റിൻ്റെ ഫുൾ കോഴ്സൊക്കെ ഓൺലൈനായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിൽ പ്രൊജക്റ്റ് ബ്രൗസർ എന്നുള്ള ഓപ്ഷനാണ്. ഈ പ്രൊജക്റ്റ് ബ്രൗസറിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനിവിടെ പ്രൊജക്റ്റ് ബ്രൗസറിൽ നമുക്ക് ഈ റിവിറ്റിൻ്റെ ഉള്ളിലുള്ള ഓരോ വ്യൂസിനെ എടുക്കാനായിട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് ബ്രൗസർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഫ്ലോർ പ്ലാൻസിൻ്റെ ഉള്ളിൽ ലെവൽ 1 ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കുന്ന ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ ആയിരിക്കും. ലെവൽ 1 എന്നുള്ള ഒരു പ്ലാൻ ആയിരിക്കും റിവിറ്റിൽ കാണിക്കുന്നത്. ഞാൻ ലെവൽ 2 എടുക്കുകയാണെങ്കിൽ അത് ലെവൽ 2 എന്നുള്ള മീൻസ് സെക്കൻഡ് ഫ്ലോറിൽ നിന്നുള്ള ഹൈറ്റ് ഇതായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ 3D വ്യൂസിൽ പോയിട്ട് 3Dയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണമെന്നായിരിക്കും. അന്നേരം നമുക്കതിൻ്റെ 3D വ്യൂസ് അവർ കാണിക്കും. കണ്ടോ? അപ്പോൾ നമുക്ക് ഈ റിവിറ്റിൻ്റെ ഉള്ളിൽ പല പല വ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൈറ്റ് സൈഡിലെ പ്രൊജക്റ്റ് ബ്രൗസർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എലിവേഷൻസ് കാണണം, സൈഡ് വ്യൂസ് ആണ് എലിവേഷൻസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എലിവേഷൻസ് കാണുന്നുണ്ടെങ്കിൽ ഈ അതാത് ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നുണ്ട്, ഈസ്റ്റ്, നോർത്ത്, സൗത്ത്, വെസ്റ്റ് എന്നുള്ള ഈ ഡയറക്ഷനിലുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സൈഡിൽ നിന്നുള്ള വ്യൂസ് അവർ കാണിക്കും റിവിറ്റിൽ. ഞാൻ നോർത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നോർത്തിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് കാണിക്കുന്നത്, സൗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ സൗത്തിൽ നിന്നുള്ള വ്യൂ. ഓക്കെ, ഈ റിവിറ്റിൻ്റെ ഉള്ളിലെ ഓരോ വ്യൂസ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രൊജക്റ്റ് ബ്രൗസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഒരു 3D വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3Dനെ നമുക്ക് 3D വ്യൂവിനെ ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്നുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഞാൻ പ്ലാൻ വ്യൂ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ലെവൽ 1 എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നതൊക്കെ. ഓക്കെ, ഹോൾസ് കാര്യങ്ങളൊക്കെ വരച്ചു പോകുന്ന ഈ ഓപ്ഷൻ എടുത്തിട്ടാണ് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഡോറുകൾ വിൻഡോയ്ക്ക് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് വരച്ചതിന് ശേഷം 3D വ്യൂ കാണുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ 3Dയിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3D വ്യൂ കാണിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ 3D വ്യൂസിൻ്റെ ഉള്ളിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താലും നമുക്ക് അവർ 3D വ്യൂ കാണിക്കും. ഓക്കെ, പിന്നെ ഇതിൽ കൂടാതെ ഇപ്പോൾ നമ്മൾ ഈ എടുത്ത 3D വ്യൂസിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പല സൈഡിൽ നിന്ന് എങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഓപ്ഷൻ കണ്ടോ, ഇതിന് നമ്മൾ വ്യൂ ക്യൂബ് എന്നാണ് പറയുക. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ആംഗിളിൽ നിന്ന് ആ വ്യൂവിനെ, ആ 3Dനെ കാണാൻ പറ്റും. അത് കൂടാതെ തന്നെ ഈ ഓരോ ഫ്രണ്ട് ചെയ്തേക്കണേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ നമുക്ക് കാണിച്ചു തരും. ഓരോ ഓപ്ഷൻ ഇപ്പോൾ റൈറ്റിൽ നിന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിന്ന് കാണിക്കും. ഇവിടെ ടോപ്പിലുള്ള ആരോ ക്ലിക്ക് ചെയ്താൽ ടോപ്പ് വ്യൂ നമുക്ക് കാണിക്കും. ഇനി ഇതിന് പെർസ്പെക്റ്റീവ് വ്യൂവിൽ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹോം ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി വരുന്ന പെർസ്പെക്റ്റീവ് വ്യൂവിലേക്ക് അത് കാണിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇത് വ്യൂ ക്യൂബ് ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഷിഫ്റ്റ് ബട്ടൺ ഞെക്കിയതിന് ശേഷം മൗസിൻ്റെ മിഡിൽ ബട്ടൺ ഞെക്കിയിട്ട് ഡ്രാഗ് ചെയ്താൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മളിതിൽ 3D വ്യൂസിനെയൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസ് ബാർ പറഞ്ഞു, പ്രൊജക്റ്റ് ബ്രൗസർ പറഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പ്ലാൻ വ്യൂ എടുക്കുക, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് പ്ലാൻ വ്യൂ എടുക്കുകയെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഓപ്പണായി വരുമ്പോൾ തന്നെ ഇവിടെ കണ്ടോ ഈ 4 സൈഡിൽ ഓരോ ഇതുപോലെ കാണിച്ചേക്കുന്നുണ്ടോ, ഇത് ഒരു ചെറിയ സ്ക്വയർ കൊടുത്തിട്ട് ഒരു ട്രയാങ്കിൾ വെച്ചേക്കുന്നത്. ഇത് ശരിക്കും ക്യാമറാസാണ്. നമ്മുടെ ഈ 4 സൈഡിൽ നിന്നുള്ള വ്യൂസ് ഇവിടെ ഈ എലിവേഷൻസിൽ കാണിച്ചിരിക്കുന്ന ഈസ്റ്റ്, സൗത്ത്, നോർത്ത്, വെസ്റ്റ് എന്നുള്ള വ്യൂസ് കിട്ടാനായിട്ടുള്ള ക്യാമറകളാണ് ഈ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാമറാസിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മൾ ഡ്രോയിങ് വരയ്ക്കേണ്ടത്. കറക്റ്റായിട്ട് സെൻറ്ററിൽ വരയ്ക്കാൻ നോക്കുക, എന്നാലും നമുക്ക് ഈ കറക്റ്റ് 4 വ്യൂസിൽ നിന്നും എടുക്കാൻ പറ്റുള്ളൂ എളുപ്പത്തിൽ. സോ അതുപോലെ തന്നെ ഈ ക്യാമറകൾ ഡിലീറ്റ് ചെയ്ത് കളയാതെ ശ്രദ്ധിക്കുക വരയ്ക്കുമ്പോൾ എപ്പോഴും. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രോപ്പർട്ടീസ് ബാറും പ്രൊജക്റ്റ് ബ്രൗസറും എന്താണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഒരു റിവിറ്റ് ഫയൽ ജസ്റ്റ് എങ്ങനെയാണ് സേവ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഫയൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫയൽസ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ട് സേവ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് റിവിറ്റ് ഫയലുകൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഒരു പുതിയൊരു പ്രൊജക്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്പണിൽ പോയി കഴിഞ്ഞിട്ട് ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രൊജക്റ്റിനെ ഓൾറെഡി വരച്ച് വെച്ചിരിക്കുന്ന ഒരു പ്രൊജക്റ്റിനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. പിന്നെ അത് കൂടാതെ തന്നെ ഫയൽസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ റീസെൻ്റായിട്ട് ഓപ്പൺ ചെയ്യുന്ന എല്ലാ പ്രൊജക്ട്സുകളും ഇവിടെ ലിസ്റ്റിൽ നോർമലി കാണിക്കും. അപ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീസെൻ്റായിട്ട് ഓപ്പൺ ചെയ്ത പ്രൊജക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും.